നമസ്കാരം. നസറേത്ത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസവും ശക്തമായ തോതിലുള്ള ആക്രമണമാണ് നടത്തിയത്. ക്രിസ്തുദേവൻ്റെ ജന്മ നഗരമായ നസറേത്തും അതിന് സമീപത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഹിസ്ബുള്ള ശക്തമായ തോതിലാണ് ആക്രമണം നടത്തിയത്. എന്നാൽ വൻതോതിൽ ഇവിടെ ആളപായമൊന്നും ഉണ്ടായിട്ടുള്ളതായി റിപ്പോർട്ടില്ല. ശക്തമായ ചെറുത്തുനിൽപ്പ് തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോഴും തുടരുന്നത്. ഹൈഫ, റമത്ത് ഡാവിഡ് എയർബേസ്, നസറത്ത്, അഫുല്ല, ലോവർ ഗലീലി തുടങ്ങിയ മേഖലകളിലാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം ശക്തമായ തോതിൽ റോക്കറ്റ് ആക്രമണം നടത്തിയത്. മാസങ്ങളായി ഗലീലി ലക്ഷ്യമിട്ട് ഇവർ നിരന്തരമായി ആക്രമണം നടത്തുന്നുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ പകൽ സമയത്തായിരുന്നു നസ്രത്തിലേക്ക് പ്രധാനമായും ഇവർ ആക്രമണം നടത്തിയത്. ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം ഇവയെല്ലാം തന്നെ തകർത്തെറിഞ്ഞു എങ്കിലും ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഭാഗമായി തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഹൈഫയ്ക്ക് സമീപം ഇവർ നടത്തിയ റോക്കറ്റ് ആക്രമണം ഇതാദ്യമായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. മറ്റ് മേഖലകളിലൊക്കെ തന്നെ നിരന്തരമായി ഹിസ്ബുള്ള തീവ്രവാദികൾ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. അതേസമയം ഹിസ്ബുള്ള തീവ്രവാദികളാകട്ടെ ഈ മേഖലകളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങൾ തന്നെയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് ടെലഗ്രാമിൽ തങ്ങളുടെ വിശദീകരണവും നൽകിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 12ഓളം ഹിസ്ബുള്ളയുടെ കമാൻഡർമാർ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പ്രതികാര നടപടി എന്ന വണ്ണമാണ് ഇപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നത്. അതേസമയം തകർന്നു വീണ റോക്കറ്റുകളുടെ അവശിഷ്ടങ്ങളെന്ന് കരുതുന്ന ഒരു സാധനത്തിലും തുടരുത് എന്ന് സർക്കാർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അവ വീണ്ടും പൊട്ടിത്തെറിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് സൈന്യത്തിൻ്റെയോ അതല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെയോ ശക്തമായ സാന്നിധ്യത്തിൽ അവർ തന്നെ ഇത് നീക്കം ചെയ്യേണ്ടതാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. നസ്രത്തിന് നേർക്ക് നിരന്തരമായി ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വിശുദ്ധ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണം ഹിസ്ബുള്ള തീവ്രവാദികൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾക്കും ഉള്ളത്. 100ഓളം റോക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം ഗലീലി മേഖലയിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ അയച്ചത്. ഇവരുടെ പല റോക്കറ്റ് ലോഞ്ചിങ് കേന്ദ്രങ്ങളും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്തു എങ്കിലും ലെബനൻ്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ജനവാസ മേഖലകൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത്. നസ്രത്ത് ആക്രമിക്കുന്നതിന് എതിരെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ആയിരക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന ഈ ഒരു നഗരത്തിലേക്ക് ഇത്തരത്തിലുള്ള ആക്രമണം ഹിസ്ബുള്ള നടത്തുന്നത് ഒരിക്കലും ഒരു ശരിയായ നടപടി അല്ല എന്നും ഇങ്ങനെ അല്ല തിരിച്ചടി ഇസ്രായേലിന് നൽകേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് ഇവിടെയുള്ള പല ആളുകൾക്കുമുള്ളത്. മാധ്യമങ്ങളൊക്കെ തന്നെ നസ്രത്തിലേക്ക് ഇവർ നടത്തുന്ന ആക്രമണത്തിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്.